ഹലോ, അപ്പോൾ വെൽക്കം ബാക്ക് ടു എൽ വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ സൺഡേ ആയിട്ട് ഞങ്ങൾ വൈകുന്നേരം ചെറുതായിട്ടൊന്ന് ബീച്ചിലൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞങ്ങൾ നാലാളും കൂടെ അങ്ങനെ പോവാണ്. അപ്പോൾ അതൊരു വ്ളോഗ് ആക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാനും ഏട്ടനും ലൂക്കമോനും ലക്കിമോനും ഞങ്ങൾ നാലാളും കൂടെ ബൈക്കിന് പോവുകയാണ്. വൈകുന്നേരം ആയപ്പം ഏട്ടൻ വെറുതെ ചുമ്മാ ചോദിച്ചതോ പോരുന്നോന്ന് ചോദിക്കാൻ കാത്തു നിൽക്കുന്ന താമസം പോലെ തന്നെ ഞാൻ വേഗം പിള്ളേരെയും മാറ്റി ഞാനും മാറ്റി ഞങ്ങൾ പോയി. അപ്പോൾ ആ വണ്ടിയിൽ പോവുകയാണ്. ലക്കീനോട് വീഡിയോയിലേക്ക് നോക്കാൻ ഞാൻ കുറേ വിളിച്ചു. ലക്കി നോക്കുന്നേ ഇല്ല. അവസാനം ലൂക്കേനെയും വിളിച്ചു. ലൂക്കയും നോക്കിയില്ല കണ്ണാടിയിൽ കൂടി ഒന്നും. പിന്നെ ലക്കി നോക്കിയപ്പോൾ അതാ ലക്കീൻ്റെ കോലം എങ്ങനെയുള്ളത് കേട്ടോ. മിഠായി തിന്ന് അത് അപ്പടി വായിലുണ്ട്, അങ്ങനെ തന്നെയാണുള്ളത്. പിന്നെ ലക്കിയാണെങ്കിലോ ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ തലയിൽ തൊപ്പി ഊരി എറിയാൻ നോക്കി. അപ്പോൾ പിന്നെ എങ്ങനെയോ പിടിച്ചൊക്കെ വെച്ച് വന്ന് ഇപ്പോൾ ഞങ്ങളിത് അവിടെ ബീച്ചിലെത്തിയിട്ടുണ്ട്. ബട്ട് റോഡ് ബീച്ചിലെത്തിയിട്ടുണ്ട്. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാൻ നോക്കിയിട്ട് എവിടെയും സ്ഥലമില്ല, ഫുൾ വണ്ടിയാണ്. അവസാനം ഏട്ടൻ വണ്ടിയൊക്കെ വെച്ച് വരുമ്പോഴത്തേക്കും ഞാനും ലക്കിയും കൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഏട്ടൻ വണ്ടി വെച്ച് ലൂക്കേനെയും കൊണ്ട് വന്ന് അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് പോകുന്ന വഴിക്ക് ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ ഇരുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ബീച്ചിലേക്ക് ഇറങ്ങി. ലൂക്കയ്ക്ക് മെയിനായിട്ട് ഇവിടെ വന്നാൽ ആദ്യമൊന്നും ഒന്നിനും പറയലില്ലായിരുന്നു. ഇപ്പോൾ വന്നപ്പോൾ തന്നെ മൂപ്പർ എല്ലാ സാധനവും കണ്ടുപിടിച്ചിട്ടുണ്ട്. ബലൂണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. ഞങ്ങളിതാ ബീച്ചിലേക്ക് പോവുകയാണ് കേട്ടോ. ലൂക്ക ആദ്യം ഒന്നിനും പറയലൊന്നുമില്ലായിരുന്നു. എവിടെ പോയാലൊക്കെ എന്ത് കണ്ടാലും വേണമെന്നൊന്നും വാശി പിടിക്കലില്ല. ഇപ്പോഴും അങ്ങനെ വാശിയൊന്നും പിടിച്ചിട്ടില്ല. ഓനിങ്ങനെ പറഞ്ഞിട്ടേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ മൂപ്പര് വേറെ ഒരു സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് വേണമെന്ന് കുറച്ച് വാശി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്തായാലും ഓന് അതിനൊന്നും ആയിട്ടില്ല. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വാങ്ങിക്കൊടുക്കണം. ഞങ്ങൾ നാലാളും കൂടെ വേറെ ഒരു വീഡിയോ എടുത്ത് തരാനില്ലല്ലോ. ഞങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് വീഡിയോ എടുക്കും. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ലക്കിൻ്റെ കയ്യിലുണ്ടെങ്കിൽ ലക്കി ഫോണൊക്കെ ഇളക്കും. അപ്പോൾ ലക്കീനെ ഏട്ടൻ്റെ അടുത്ത് കൊടുത്ത് ഞങ്ങൾ വീഡിയോ എടുക്കണം. ഇതാണ് ലൂക്കയ്ക്ക് വേണ്ട സാധനം. കുട്ടികൾ പോകുന്ന പോലെ സ്കേറ്റിങ്ങിന് പോകാൻ മൂപ്പർക്ക് നല്ല താല്പര്യമുണ്ട്. ലൂക്ക പോകുമെന്നും പറഞ്ഞ് അത് നോക്കിയിരിക്കുന്ന പണിയാണ് കേട്ടോ. അവിടുന്ന് ലൂക്കേനെ തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങൾ കുറച്ച് പാടുപെട്ടിട്ടുണ്ട്. പിടിച്ച് വലിച്ചാണ് കൊണ്ടുപോകുന്നത്. കുറച്ച് കരയൊക്കെ ചെയ്തിട്ടുണ്ട്. ഓരോ കുട്ടികളും അങ്ങനെ തന്നെയാണ്, കരഞ്ഞിട്ട് അവിടുന്ന് പോകുന്നത്. കാണുന്നവർക്കൊക്കെ അതുപോലെ പോകാനാണ്. അങ്ങനെ പോകണമെങ്കിൽ എന്തായാലും അത്യാവശ്യം നല്ല പ്രാക്ടീസ് വേണം. ഈ ഫസ്റ്റ് പോകുന്ന കുട്ടി കുറേ കാലമായി തോന്നുന്നു, നല്ലോണം പോകുന്നുണ്ട്. ബാക്കിയുള്ളവരൊക്കെ പഠിച്ച് വരുന്നൊക്കെ ഉള്ളൂ. അപ്പോൾ ലൂക്ക എന്തായാലും കുറച്ചും കൂടെ വലുതായിട്ട് ഇതിനെപ്പറ്റി ഒന്ന് അന്വേഷിച്ചൊക്കെ നോക്കണം. ഇപ്പം എന്തായാലും മോനെ അതിനൊന്നും ആയിട്ടില്ല. പിന്നെ ലൂക്കയ്ക്ക് ഇവിടുന്ന് ഒരു ഫ്രണ്ടിനെ കിട്ടിയിട്ടോ. ലൂക്ക പോവലും ഉമ്മ കൊടുക്കലും ഒക്കെ നല്ലോണം ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. ഞങ്ങളൊരു ഉമ്മ ചോദിച്ചാൽ ഡിമാൻഡ് ഉള്ളവനാണ്. അവിടുന്ന് ഇപ്പോൾ വാടിക്കോരി ഉമ്മ കൊടുത്തുകൊണ്ട് നിൽക്കുന്നത്. എന്താന്നല്ലേ. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് വേഗം തിരിച്ചു പോകുന്നുണ്ട് കേട്ടോ. ഏട്ടൻ സ്വാമി ആയതുകൊണ്ട് തന്നെ ഏട്ടൻ അമ്പലത്തിലൊക്കെ പോകാനുള്ളതുകൊണ്ട് അധികം നേരെ വൈകാതെ തന്നെ ഞങ്ങൾ പോന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ചാനലും ഈ വീഡിയോസൊക്കെ ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ പുതിയ വ്ളോഗും വീഡിയോസൊക്കെ ആയിട്ട് ഞങ്ങൾ പിന്നെ വരുന്നതാണ് കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരെ ബായ്.